പഠിച്ചവരാണ് നമ്മളതിന് സഹായം ചെയ്തു കൊടുത്തെന്നുള്ളതാണ്. അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ഹോട്ടലുകാരനെ വിളിച്ച് പിന്നെ ഭക്ഷണം തന്ന് അവരെന്നിട്ട് സംസാരിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുഞ്ഞിക്ക. അപ്പോൾ നമ്മുടെ നജീബിക്ക റിയാദിൽ വന്നപ്പോൾ നജീബിക്കയെ റിയാദിൽ വെച്ച് സഹായിച്ചു എന്ന് പറയുന്ന ഒരു കുഞ്ഞിക്കയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിക്കയാണ് ഇദ്ദേഹത്തിന് കിടക്കാനുള്ള റൂം കൊടുത്തതും, അതേപോലെ തന്നെ ഭക്ഷണം കൊടുത്തതും, അതേകൂട്ട് തന്നെ വസ്ത്രം കൊടുത്തതും, അതേകൂട്ട് തന്നെ മുടി വെട്ടി കൊടുത്തതും, മറ്റുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് കുഞ്ഞിക്കയാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞത്. കാര്യം അതിൻ്റെ ഒരു വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ എന്തായാലും കണ്ടുപോകും. എന്തായാലും ഒരു ദിവസം ഒരു 4 മണിക്കാണ് അയാൾ മുകളിൽ എത്തിപ്പെടുന്നത്, ഒരു പകല്. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചേട്ട പിടിച്ച മുടികളും ചടിച്ച ഡ്രസ്സും കൂലി കുറഞ്ഞ ഡ്രസ്സ് മുടിയൊക്കെ ഭക്ഷണമൊന്നും കിട്ടാതെ ആകെ അവസാനമായി തളർന്ന അവസ്ഥയിലാണ് ആൾ. കൈ എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വന്ന് ഒരു ഭക്ഷണം കൊടുത്തിട്ടില്ല അതിലാണ് ആദ്യം ഭക്ഷണം കൊടുത്ത്, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വേറെ മുടിയൊക്കെ വെട്ടി ക്ലിയറായപ്പോൾ ആളുകൾ ആളിൽ ഇതായി ഫ്രഷായപ്പോൾ കുറേ ഒരു മാറ്റം വന്ന്. അന്ന് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുത്ത് രാത്രി പോകുമ്പോൾ ഇറങ്ങി. പിറ്റേന്ന് രാവിലെ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. അന്ന് ഇവർ പറയാമെന്ന് ഇവർക്ക് ഒരു മാനസികമായിട്ട് വലിയൊരിതുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് 2 ജില്ലാ വർഷമായി ഒരു ശമ്പളം സംഭവങ്ങളൊക്കെ അടിയാണ് മാത്രമാണ്, മറ്റു പല കാര്യങ്ങൾക്കും അടി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടില്ലേ, കുഞ്ഞിക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. അപ്പോൾ കുഞ്ഞിക്ക പറയുന്ന ഒരു വൈകുന്നേര സമയത്താണ് വന്നിറങ്ങിയത്. ആഹാരം കഴിച്ചിട്ടില്ല, ആഹാരം കൊടുത്തു, അതേപോലെ മുടി വെട്ടിക്കൊടുത്തു, ഡ്രസ്സ് കൊടുത്തു, കിടക്കാനുള്ള സ്ഥലം കൊടുത്തു, കുറേ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾക്ക് നജീബിക്കയെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ കുഞ്ഞിക്ക പറയുന്നത്. അതെല്ലാം നജീബിക്ക കുഞ്ഞിക്ക അടുത്ത് പറഞ്ഞെന്നൊക്കെയാണ് കുഞ്ഞിക്ക പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ ഈ കുഞ്ഞിക്കയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ കരുനാഗപ്പള്ളി അൽമ അസോസിയേഷൻ്റെ ഒരു ഇഫ്താർ സംഗമത്തിന് അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നജീബിക്കായായിരുന്നു. ആടുജീവിതത്തിലെ നജീബിക്കായ ആയിരുന്നു, അതായത് റിയൽമാൻ നജീബിക്കായായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നജീബിക്കായെ അടുത്ത് കിട്ടിയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, കാശി നടന്ന സംഭവങ്ങളൊക്കെ അറിയുക എന്നുള്ളത്. അങ്ങനെ നജീബിക്ക അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിക്കായെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ടായത്. അങ്ങനെ കുഞ്ഞിക്കായെക്കുറിച്ച് ചോദിച്ചപ്പോൾ നജീബിക്ക പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു പോകും. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമുണ്ട്. അതായത് ഫേസ്ബുക്കിൽ സകല പേജുകളും വന്നുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിക്ക എന്ന് പറഞ്ഞ കക്ഷി ഈ പേജിനകത്തൊക്കെ വന്നിട്ട് എന്നെ ഇക്കായി രക്ഷിച്ചു വിട്ട കക്ഷി ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ഹോട്ടലുകാരനെ വിളിച്ച് പിന്നെ ഭക്ഷണം തന്ന് അവരെന്നിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാതെ കാരണം പിന്നെ ഈ ഫുഡ് അറിയാത്ത ഫുഡ് തന്നിട്ട് പുള്ളിയുടെ എൻ്റെ വേഷങ്ങളും മറ്റും കണ്ടപ്പോൾ പുള്ളിക്കാരെ മനസ്സിലായിട്ട് ഒരു അക്ഷരാലും മിണ്ടുന്നില്ല. അയാൾ ഒരു കരയുന്ന പോലുള്ള രംഗമാണ് എൻ്റെ മുഖത്തോട് നോക്കിയിട്ട്. അതിന് എന്നിട്ട് പറഞ്ഞു മോനെ ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട്, എൻ്റെ നമ്പറുണ്ട്. എന്നിട്ടും അവിടുന്ന് ഇമോഷൻ ആൾ വിളിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇന്ന ആളുടെ സ്ഥലത്ത് കൊണ്ട് ആൾക്കാരുടെ എടുത്തുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ കൊടുത്ത് വിട്ടു. അപ്പോൾ നാട്ടുകാരെല്ലാം പെട്ടെന്ന് വന്ന് കൂടി എൻ്റെ ഇതെല്ലാം മുടിയെല്ലാം വെട്ടി ഒക്കെ ചെയ്ത് പെട്ടെന്ന് വൃത്തിയാക്കി. അങ്ങനെയാണ് സംഭവം. ഇതിപ്പോൾ അയാൾ ബെന്യാമിൻ സാറ് പിന്നെ കഥ പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു കണ്ടിട്ടില്ല. പെട്ടെന്ന് ഒരാൾ എന്നെ അവിടുന്ന് ഒരാൾ ഇതുപോലെ ഹോട്ടലിൽ കയറി ഞാൻ ഭക്ഷണം തന്നതൊക്കെ സത്യമാണ്. അതെ അതെ അതെ, ഇതിപ്പോ എന്ത് ചാനലുകളുടെ പരിപാടി ആയിരിക്കാമെന്ന് എൻ്റെ സംശയം. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന കുഞ്ഞിക്കയെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പോൾ നജീബിക്ക അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നജീബിക്ക പറയുന്നത് ആ ഒരു മനുഷ്യൻ ഇദ്ദേഹമല്ല എന്നാണ് നജീബിക്ക പറയുന്നത്. ഒരുപക്ഷെ നജീബിക്കയ്ക്ക് ഇദ്ദേഹത്തെ ഓർമ്മയില്ലാത്തതാണോ അതോ അദ്ദേഹം പറയുന്നത് കള്ളമാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നജീബിക്ക പറയുന്നത് അന്ന് എന്നെ സഹായിച്ച ആള് ഇദ്ദേഹമല്ല എന്നാണ് ആര് പറയുന്നത്, നജീബിക്ക പറയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞതിന് ഉടനെ ഒരുപാട് വർഷങ്ങളൊക്കെ ആയില്ലേ, 30 വർഷമൊക്കെ ആയി. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നജീബിക്ക മറന്നുപോയതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കക്ഷി പറയുന്നത് ഒരുപക്ഷെ കള്ളമായിരിക്കാം. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിക്കായെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ നജീബിക്ക പറയുന്നത് എന്നെ അന്ന് അവിടെ വെച്ച് ഒരാൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഓർമ്മയിലുള്ള ഒരു മുഖം അല്ലെന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹമല്ല എന്നാണ് നജീബിക്ക പറയുന്നത്. സത്യമാണോ കള്ളമാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാര്യം
നജീബിക്ക എന്ന് പറയുന്ന ആൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളിലൊക്കെ വന്നിട്ട് ഞാനാണ് അന്ന് നജീബിനെ രക്ഷിച്ചു വിട്ടതെന്ന് പറയുമ്പോൾ അത്രത്തോളം കോൺഫിഡൻസോടെ ഈ കുഞ്ഞിക്ക എന്ന് പറയുന്ന കക്ഷി വന്ന് പറയുമ്പോൾ റിയൽ മെൻ നജീബ് എന്ന് പറയുന്ന ആടുജീവിതത്തിലെ യഥാർത്ഥ ആ ഒരു ജീവിതം അനുഭവിച്ച ആ നജീബിക്ക് പറയുന്നു ആ കക്ഷി ഇദ്ദേഹമല്ല എന്നാണ് നജീബിക്ക് പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെ ഒരുപക്ഷെ ചിലപ്പോൾ മറന്നുപോയായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതിന് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമാവുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരാൾ റിയാദിൽ വന്നിറങ്ങിയപ്പോൾ നജീബിക്കായെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഈ കുഞ്ഞിക്ക് ആണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തതയില്ലാത്തത്. കാര്യം ഇങ്ങനെ നജീബിക്ക തന്നെ ഇങ്ങനെ തുറന്നു പറയുന്നു ഇദ്ദേഹം അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും സിനിമ വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ രക്ഷിച്ചത് ഈ കുഞ്ഞിക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഞ്ഞിക്കാണെങ്കിലും അദ്ദേഹത്തെ അന്ന് ആ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സിന് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ് നൗ ടോക്സ്. ഗുഡ് ബൈ.